ചേറ, മരിയ, ആൽവിൻ. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. വീട്ടിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെക്കുകയാണ്. ഞാനും ഫാദറും സിസ്റ്ററും മദറിൻലോയും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഹസ്ബൻഡിന് അന്നൊരു വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഹസ്ബൻഡ് ഹോസ്പിറ്റലിലേക്ക് വരും. നമ്മൾ ഇന്ന് ആദ്യത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പം പപ്പായോടും അമ്മാമ്മയോടും ബായ് പറഞ്ഞ് നമ്മൾ പോവാണ്. നമ്മൾ അടുത്തുള്ള കുരിശുംതൊട്ടിലും കൂടെ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലെത്തി ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കേട്ടിട്ട് വന്നാലോ? അങ്ങനെ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തിരുന്നപ്പോൾ ഇച്ച വന്ന് എൻ്റെ നഖമൊക്കെ വെട്ടി കുട്ടപ്പിയാക്കാമെന്ന് പറഞ്ഞാൽ നഖമൊക്കെ വെട്ടി തന്നു. അങ്ങനെ ഞങ്ങളന്ന് രാത്രി അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 4:30 എഴുന്നേൽക്കണമായിരുന്നു. അങ്ങനെ 4:30 ഞാൻ എന്താ എഴുന്നേറ്റ് കതിലൊക്കെ മാറ്റി വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറ്റി ചുമ്മാ ഒരു ഷോയൊക്കെ കാണിച്ച് ബ്രഷ് ചെയ്തിട്ട് വന്ന് കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം കാപ്പിയും ബിസ്ക്കറ്റും ഞങ്ങൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മി എനിക്ക് കാപ്പി ഇട്ട് തന്നു. അങ്ങനെ ഞാനും മമ്മിയും ഇച്ചയും കൂടെയാണ് ഇന്നലെ കിടന്നത്. അപ്പം ഇച്ചയാണ് എൻ്റെ പുറകെ കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ കാപ്പിയും ബിസ്ക്കറ്റോടെ കഴിക്കുകയാണ്. മമ്മി അപ്പുറത്ത് എനിക്ക് കാപ്പി ഇട്ട് തന്നിട്ട് വീണ്ടും കിടന്നു. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കാപ്പിയും ബിസ്ക്കറ്റോടെ കഴിച്ച് സമയം ഒക്കെ നടക്കി നോക്കുന്നുണ്ട്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വരാമെന്നാണ് പറഞ്ഞത് സിസ്റ്റർമാർ. അപ്പം ഞാനതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇത്രയും വാരി വിഴുങ്ങുന്നതിൽ ഇരിക്കുന്നത്. നമ്മൾ രാവിലെ 4:30 എഴുന്നേറ്റ് മരുന്നൊക്കെ കഴിച്ച് കറിയെല്ലാം കഴുത്തിൽ എല്ലാം ഊരി ബിസ്ക്കറ്റും കാപ്പിയും കഴിച്ച് വെയിൽ കുളിച്ച് സിസ്റ്റർമാർ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരൊന്നൊരു മരുന്ന് വരും, അത് കഴിച്ച് കഴിഞ്ഞിട്ട് പോകണം. നെറ്റ് tan cosa pa. അങ്ങോട്ട് പോകണോ? ഞാൻ ചുമ്മാ നടക്കുന്ന വീഡിയോ എടുക്കാതെ. പെയിൻ വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊക്കെ നടക്കുന്ന ചേച്ചിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അതാ നിർത്തിയേക്കാം. നല്ല കാറ്റ്. ഇന്ന് ഒന്നും നടന്നില്ല ഗൈസ്.
കാവടി തുള്ളി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റതല്ലാതെ. കൊച്ചിനെ ഇപ്പം കൈ കിട്ടും. ഡോക്ടറെ കാണിക്കട്ടെ. ഡോക്ടറെ കേസ് എടുക്കും. ഡോക്ടറിൻ്റെ അനുവാദം ഇല്ലാതെ ഞാൻ കണ്ടായിരുന്നു. ഡോക്ടർ കയറി പോണ്. നല്ല മഴ, നല്ല സുഖം. ആഹാ, നല്ല കാറ്റ്. കാറ്ററിയണമെങ്കിൽ ഇവളുടെ ഉടുപ്പ് നോക്കണം. എന്നാലും കാറ്റ്. ഞാൻ എൻ്റെ മുടി നഴിച്ച് കെട്ടി വയ്ക്കും. ഇനി നാളെ സെയിം പ്രൊസീജിയർ. 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, മരുന്ന് കഴിക്കുക, വീണ്ടും പോവുക. നാളെ ആയില്ലേ? നാളെയെങ്കിലും താങ്കൾ പുറത്തോട്ട് ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന ചെയ്ത ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ നടന്ന പോലെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം എൻ്റെ വാട്ടർ ബ്രേക്കായി. അങ്ങനെ എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഫ്ലൂയിഡ് പൊട്ടി ഉടനെ തന്നെ നമ്മുടെ ഡെലിവറി നടക്കുമെന്ന്. പക്ഷേ അവർ പറഞ്ഞു 24 hours ഫ്ലൂയിഡ് പൊട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ പെയിനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പം എന്നെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് മാറ്റുകയാണ്. ലേബർ റൂമിന് അവിടെ പോയി കിടന്നു വന്നാൽ എനിക്കിങ്ങനെ പെയിൻ ആവുന്നില്ലായിരുന്നു. എനിക്ക് വൈകിട്ടൊക്കെ ആയിട്ടും പെയിൻ ആയില്ല, വന്നു പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്കങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവരെനിക്ക് സഡേഷൻ തന്നു. അങ്ങനെ ഞാൻ സഡേഷനിൽ മയങ്ങി. പക്ഷേ ഇത് വെളുപ്പിന് 3 മണിയോ 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പെയിൻ ആകാൻ തുടങ്ങി. നല്ല പെയിനായി. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ച്, അതൊന്നും ഞാൻ അറിയുന്ന പോലില്ല സഡേഷനിലായതുകൊണ്ട്. അങ്ങനെ ഹസ്ബൻഡ് വന്നു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചടപടയെന്ന് മാറി. നമ്മൾ സ്യൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, LDR സ്യൂട്ട്, അങ്ങോട്ട് മാറ്റി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തൊക്കെയാവും എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ എന്നാണെങ്കിലും നമുക്ക് ഇത് സംഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടെൻഷനും പേടിയൊന്നും ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല, ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. ഹസ്ബൻഡ് എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. ഇപ്പോൾ ലേബർ റൂമിലേക്ക് കയറുകയാണ്. എത്രയാണ് മേലോട്ട് കയറ്റിയ അയ്യോടാ. കുലുക്കല്ല, അങ്ങനെ കുലുക്കരുത് പിള്ളേരെ. എൻ്റെ കൊച്ചിനെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പോയിക്കിട്ട് എന്നെ കരയുന്ന
പാല് കൊടുക്കാൻ നോക്കിയിട്ട് രണ്ട് വലിക്ക് ഉറങ്ങും, പിന്നെ 2 വലിക്ക് ഉറങ്ങും. ഒത്തിരി ഒന്നും കുടിച്ചില്ലല്ലേ? കൈ തന്നെ ഇപ്പൊ നക്കി കുടിക്കാൻ നോക്കും. വീട്ടിൽ തിരിച്ചു പോവാണ്. ലൈറ്റ്സ് ഓഫ്. അപ്പോൾ നമുക്ക് ഏഞ്ചൽ പോലത്തെ ഒരു ബേബി എത്തുന്ന റൂമാണിത്. ഈ റൂമിനോട് നമ്മൾ ബൈ പറയാണ്. ഈ ഹോസ്പിറ്റലും ഈ റൂമും എനിക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എന്നും സൂക്ഷിക്കുന്നതായിരിക്കും. ഇവിടെ ഒരാൾ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് സേറ ബേബി ഉണ്ടായതിനോടനുബന്ധിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മാവിൻ്റെ തൈയാണ്. ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ട് കുഴിച്ച് വെക്കുമ്പോൾ നമ്മുടെ മകളുടെയോ മകൻ്റെയോ അതേ പ്രായത്തിൽ ഈ ഒരു ചെടിയും കൂടെ വളരുന്നതായിരിക്കും. നൈസ് തോട്ടല്ലേ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമല്ലേ? വണ്ടി ഇവിടെ ഉണ്ടോ?